പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും സത്യത്തിന് സാക്ഷികളായിരുന്നവർ തങ്ങളുടെ സമകാലീനരിൽ നിന്നും സഹിച്ചിട്ടുള്ള പീഡകളുടെ സാമാന്യ രൂപം നാം പലപ്പോഴും കണ്ടു കഴിഞ്ഞതാണ്. സഭയുടെ പീഡാനുഭവങ്ങളുടെ ആദ്യഘട്ടം യഹൂദ മതത്തിൻ്റെ അധികാരികളിൽ നിന്നുമായിരുന്നു. AD 29 മുതൽ 59 വരെയുള്ള സഭാചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ എതിർക്കുവാനായി പുനരുത്ഥാന നിഷേധികളായ സദൂക്യർ എഴുന്നേറ്റു. പരീശ പ്രമാണികളിൽ ഒരാളായിരുന്നു ഗമാലിയേൽ. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെ അനുകൂലിക്കാതെ ആലോചന നൽകിയെങ്കിലും പരീശന്മാർ തൻ്റെ ശിഷ്യനായ ശൗലിൻ്റെ നേതൃത്വത്തിൽ ദൈവജനത്തെ വളരെയധികം പീഡിപ്പിച്ചു. അപ്പോസ്തലിക കാലത്തെ ചില രക്തസാക്ഷികളുടെ പീഡനാനുഭവങ്ങൾ ചുവടെ വിവരിക്കും. സഭായുഗത്തിലെ അറിയപ്പെടുന്ന ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന രക്തസാക്ഷിത്വ വൃത്താന്തങ്ങളിൽ സ്തേഫാനോസിന്റെ മരണത്തിനാണ് ഏറ്റവും ദീർഘവും സവിസ്തരവുമായ വിവരണം നൽകിയിരിക്കുന്നത്. സ്തേഫാനോസ് വധിക്കപ്പെട്ടത് കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് അടുത്ത പെസഹാകാലത്തായിരുന്നു എന്ന് കരുതപ്പെടുന്നു. സ്തേഫാനോസിന്റെ വ്യക്തിത്വത്തെ നാം ശ്രദ്ധിക്കുന്നത് പ്രയോജനപ്രദമാണ്. മേശകളിൽ ശുശ്രൂഷിക്കുക എന്ന എളിയ സേവനത്തിനായി അപ്പോസ്തലന്മാർ കൈവച്ച് വേർതിരിച്ച 7 പുരുഷന്മാരിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. ഈ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിച്ച സ്തേഫാനോസിനെ കുറിച്ച് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവൻ, നല്ല സാക്ഷ്യമുള്ളവൻ, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ, കൃപയും ശക്തിയും നിറഞ്ഞവൻ എന്നെല്ലാം തിരുവെഴുത്ത് സാക്ഷിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. ഈ വിധ ശ്രേഷ്ഠ ഗുണങ്ങളാൽ നിർഭരനായ സ്തേഫാനോസ് മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് തന്നിൽ വിളങ്ങിയിരുന്ന വിശിഷ്ട സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. യഹൂദന്മാരുടെ കൈയാൽ ക്രൂര പീഡകൾക്ക് തുടക്കം കുറിച്ചത് സ്തേഫാനോസിന്റെ അതിശയമാർന്ന ശുശ്രൂഷയോടുകൂടിയായിരുന്നു. ഹ്രസ്വമെങ്കിലും അതിമഹത്തായ ഒരു ശുശ്രൂഷ സ്തേഫാനോസിൽ കൂടെ ദൈവം നിവർത്തിക്കുവാനിടയായി. അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടെ താൻ ചെയ്ത ഫലപ്രദമായ ശുശ്രൂഷയ്ക്കെതിരായി ജനവും മൂപ്പന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും എഴുന്നേറ്റു. അവർ സ്തേഫാനോസിനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി. തന്നെ വധിക്കുവാൻ കൂടി വന്ന ജനസംഘത്തെ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ എന്ന് സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സുദൃഢമായ ധൈര്യത്തോടെ സ്തേഫാനോസ് ദീർഘമായ ഒരു ദൂത് നൽകി. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആ ദൂതാകട്ടെ അവരെ കോപപരവശരാക്കി തീർത്തു. അവർ അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അത് കണ്ടുകൊണ്ട് അവൻ മുട്ടുകുത്തി കല്ലുകൾ പാഞ്ഞു വന്ന് ശരീരത്തിൽ പതിച്ചു. കല്ലേറുകൊണ്ട് ശരീരം തകർക്കപ്പെട്ട് ദാരുണ മരണം പ്രാപിക്കുകയും കർത്താവെ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഈ അന്ത്യമൊഴികളോടെ സ്തേഫാനോസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു ദീപം പോലെയായിരുന്നു സ്തേഫാനോസിന്റെ ശുശ്രൂഷ. വേഗത്തിൽ ആ ദീപം എരിഞ്ഞണയുകയും ചെയ്തു. യേശു ചെയ്തതുപോലെ തന്റെ ഘാതകന്മാർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തേഫാനോസ് അന്തരിച്ചത്. ആ വിശുദ്ധന്റെ സ്മരണ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. സ്തേഫാനോസിന്റെ മരണത്തെ തുടർന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യെരുശലേം വിട്ട് ജീവരക്ഷാർത്ഥം സമീപ പ്രദേശങ്ങളിൽ അഭയം തേടി. അക്കാലത്ത് 2000-ഓളം ക്രിസ്ത്യാനികൾ അതിദയനീയമാം വിധം വധിക്കപ്പെട്ടു. സ്തേഫാനോസിനോടൊപ്പം മേശകളിൽ ശുശ്രൂഷ ചെയ്യുവാനായി വേർതിരിക്കപ്പെട്ടിരുന്ന നിക്കാനോറും രക്തസാക്ഷിത്വ മരണം വരിക്കുവാനിടയായി.